ഈ മുഖയ്യദായ നേർച്ചയ്ക്ക് രണ്ട് പേരുകൾ കൂടിയുണ്ട്. ഉപാധി വെച്ചുള്ള നേർച്ച ഉണ്ടല്ലോ, അതിന് ഒന്ന് രണ്ട് പേരുകൾ വേറെയുണ്ട്. ഞാൻ പഠന വിധേയമാക്കാൻ അത് കേൾപ്പിച്ചു തരാം. അന്നദറുൽ മുജാവസാത്ത് എന്നൊരു പേര് അതിനുണ്ട്. മുജാവസാത്തായ നേർച്ച. അന്നദറു തഅലീഖായ, ഒന്നിലേക്ക് കൊണ്ടുപോയി ബന്ധിപ്പിക്കുന്ന നേർച്ച. ഇന്നത് സാധിച്ചു തരികയാണെങ്കിൽ ഞാൻ അത് ചെയ്തോളാം എന്ന് പറയലേ, അത് ഇതിന്റെ മറ്റു രണ്ട് പേരുകളാണ്. ഇത് വെറുക്കപ്പെട്ട നേർച്ചയാണ്, അത് പാടില്ല എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഏതാ ഹദീസ്? കേട്ടോളൂ. ഇന്നമാ യുസ്തഖറജു ബിഹി മിനൽ ബഖീൽ എന്നാണ്. നേർച്ചയിലൂടെ കിട്ടുന്നത് എന്തേ ഉള്ളൂ? പിശുക്കന്റെ ധനം പുറത്തെടുക്കപ്പെടും. എങ്ങനെയുള്ള നേർച്ച? മുഖയ്യിദായ നേർച്ചകളിലൂടെ. ഉപാധി വെച്ചുള്ള നേർച്ച ഉണ്ടല്ലോ, രോഗം മാറ്റുകയാണെങ്കിൽ ഞാൻ നേർച്ച ചെയ്തോളാം, അതുപോലെ തന്നെ എന്റെ ആഗ്രഹം ഹാസിലാക്കുകയാണെങ്കിൽ നേർച്ച ചെയ്തോളാം. ഇങ്ങനത്തെ നേർച്ചയെ കുറിച്ച് റസൂൽ പറയണെന്താ? അത്തരം നേർച്ചയിലൂടെ കിട്ടുന്നത് എന്തേ ഉള്ളൂ? ഇന്നമാ യുസ്തഖറജു ബിഹി മിനൽ ബഖീൽ. ബഖീലിന്റെ സമ്പത്ത് പുറത്തെടുക്കാൻ പറ്റും. ബഖീൽ ആരാ? പിശുക്കൻ. പിശുക്കന്റെ പ്രത്യേകത എന്താ? നല്ലോണം ഉണ്ടാവും, പക്ഷെ ഓൻ അതുകൊണ്ട് എങ്ങനെ ജീവിക്കുള്ളൂ? അതിങ്ങനെ അലമാറിയിൽ അക്കൗണ്ടിൽ ഇങ്ങനെ വെച്ചോളൂ. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ അക്കൗണ്ട് തുറന്നു നോക്കി, എത്ര റുപ്യ ഉണ്ട്? മാഷാ അല്ലാഹ് 2.5 ലക്ഷം. ചില ആൾക്കാരിങ്ങനെ അതിങ്ങനെ അലമാറിയിൽ അടുക്കി വെച്ച് അങ്ങനെ നോക്കും, ഇടക്കിടക്ക് എണ്ണിങ്ങനെ നോക്കും, അല്ലേ? അതിലൊരു സുഖം. എന്നാ ഓന്റെ ഡ്രസ്സോ 12 കൊല്ലം പെടുത്തേക്കും, മാറ്റൂല, അല്ലേ? അതുപോലെ തന്നെ ഉണങ്ങി തൊലിഞ്ഞിട്ടേ നടക്കുള്ളൂ. എനിക്കറിയാം അങ്ങനത്തെ ആൾക്കാരെ. കുപ്പായത്തിന്റെ ബട്ടൺസ് ഇടൂല, പോക്കറ്റില് കുറെ പേപ്പർ ഇട്ടിട്ട് തൂങ്ങിക്കണ്ട ഒരു സൈഡ്, അല്ലേ? കൈയിന്റെ മടക്ക് കുറച്ച് പൊന്തിച്ചിട്ടുണ്ടാവും, കുറച്ച് താത്തിട്ടുണ്ടാവും. തുണി എടുത്തിക്കണമെങ്കിൽ ഒരു ഭാഗം മേലക്ക് നല്ലോണം കയറ്റിയിട്ടുണ്ടാവും. പഴയ മോഡൽ റബ്ബറിന്റെ ചേരും. ആരാന്നറിയോ? കോടികൾ സമ്പത്തുള്ള ഒരു മനുഷ്യന്റെ നടത്തം. എന്നോട് ഒരാൾ പറയണം, ആരാന്ന് ഇയാൾ നിങ്ങൾക്ക് അറിയോ? ഞാൻ പറഞ്ഞു, അയാൾ സാധാരണക്കാരൻ അല്ല. ഞാൻ അന്ന് സേവനം ചെയ്യുന്ന പള്ളിന്റെ മുമ്പത്തെ ബിൽഡിംഗ് ഒക്കെ അയാളതാ. ഞാൻ 2.5 കൊല്ലത്തിന് ശേഷമാണ് ആ രഹസ്യം അറിയുന്നത്. അയാൾ ഇടക്കിടക്ക് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനല്ലേ മനുഷ്യന്മാര്? സഹോദരങ്ങളെ, ഉള്ളത് കുറച്ചാണെങ്കിലും ഉള്ളത് നല്ല പോലെ നടക്കുക. എന്നാ ചില പിഷ്കന്മാരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതാ പറയണം, ഇത്തരം പിഷ്കന്മാരുടെ സമ്പത്ത് പുറത്തെടുക്കാനേ മുഖയ്യദായ നേർച്ചകൾ കൊണ്ട് സാധ്യമാകൂ. ഉപാധികൾ വെച്ചുള്ള നേർച്ച ഉണ്ടല്ലോ, ഓൻ പറയും, റബ്ബേ കുറെ വലിയടങ്ങേറുകളുണ്ട്, സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ കുറെ വലിയടങ്ങേറുകളുണ്ട്, അത് ഞാൻ അത്യാവശ്യം റബ്ബേ നീ അത് ശരിയാക്കി തരികയാണെങ്കിൽ ഞാൻ ഇത്ര എമൗണ്ട് ഞാൻ എത്തിയും കുട്ടികൾ കൊടുത്തോളാം. അപ്പോഴേ ഓന്റെ പൈസ കൂടെ ഇറങ്ങുള്ള പൂത്തപ്പാണ്. ഇങ്ങനെ മുഖയ്യിദായ നേർച്ചകൾ കൊണ്ടുള്ള ഉപകാരമുള്ളൂ, അല്ലാതെ അതിനെ കൊണ്ട് വലിയ ഖൈറൊന്നും വേറെ ഇല്ല എന്നുള്ളതാണ്. അതാണ് നദറുൽ മുഖയ്യദ്, നദറുൽ മുജാവസാത്ത്, നദറു തഖലീഖ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നേർച്ച ഒരു ഇബാദത്താണ്.